ഹരേ കൃഷ്ണ. നാളെ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ, ആഗസ്റ്റ് 15. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും, ഓഗസ്റ്റ് 15 എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിനും അതുപോലെ തന്നെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ അമ്മയുടെ കരവലയത്തിൽ അമ്മയുടെ ശ്രദ്ധ എപ്പോഴും എൻ്റെ വയറിനുള്ളിലുള്ള ഉണ്ണിക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ അമ്മമാരെ ശ്രദ്ധിച്ചു. അവർ പുറത്തു വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഒരു മാതാപിതാക്കളും രക്ഷിതാക്കളൊക്കെ കൂടി നമ്മളെ ആ കരവലയത്തിനുള്ളിൽ നമ്മൾ വളർന്നു വന്നു. അത് കഴിഞ്ഞ് നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പം നമ്മുടെ ഗുരുനാഥന്മാരും നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളെ ശ്രദ്ധയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കൗമാരത്തിലേക്ക് എത്തി. അപ്പോൾ കൗമാരമാകുമ്പോൾ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും രക്ഷിതാക്കളും എല്ലാവരും നമ്മുടെ നേരെ ഒരു ശ്രദ്ധേൻ്റെ ഒരു കണ്ണുണ്ടായിരിക്കും. എങ്ങനെ ഏത് വഴി ഏതാണ് നല്ലത്, അതാണ് ആ ഒരു പ്രായമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രക്ഷിതാക്കൾ എന്താണ് പറയുന്നത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയണ്ടേ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലോ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഭർത്താവ് പറയുന്നതനുസരിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാരനുസരിച്ച് നാട്ടുകാരെ പേടിച്ച് വീട്ടിലുള്ളവരെ പേടിച്ച് അവരെന്താ പറയുന്നത് അതുപോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മക്കളായി കഴിഞ്ഞാൽ മക്കളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മക്കൾ നമ്മളെക്കാളും വളർന്നു കഴിഞ്ഞാൽ മക്കൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ കേട്ട് ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. നമ്മുടെ വീട് എന്തെങ്കിലും അപാകതകളുണ്ടായി കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ചേർന്ന് നിന്നു കൂട്ടായി പ്രവർത്തിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കും. ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ച് വന്ന് മക്കളെയൊക്കെ ഒരു ഭാഗത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മക്കൾക്ക് എന്താണാവും, എൻ്റെ കുട്ടി അവിടെ എന്താണാവും, എൻ്റെ മോള് ജോലി കഴിഞ്ഞ് വന്നാവും, അങ്ങനെ ഓരോരോ ചിന്തകളാണ് അല്ലേ. അപ്പം നമുക്ക് എപ്പോഴും മനസ്സിന് പ്രയാസങ്ങളാണ്. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ് കേട്ടോ, ഇനി നമ്മൾ എത്ര കാലം എങ്ങനെ എപ്പോഴാണ് നമ്മൾ കൊഴിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും. ഇത്ര നാളും നമ്മൾ ജീവിച്ചല്ലോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പം ഇനിയുള്ള കാലം നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഭർത്താവിനെ സ്നേഹിച്ചു മക്കളെ സ്നേഹിച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിന്തകൾ വലിച്ചു കൂട്ടാതെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാതെ എല്ലാവരും കാണുമ്പോൾ നല്ലൊരു സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ച്, ഒരു പരിചയമില്ലാത്ത ആൾക്കാരായാലും നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കും എവിടെയോ വെച്ച് കണ്ടു വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ മനസ്സിനും ഒരു സന്തോഷം കൊടുക്കും. അങ്ങനെ നമ്മൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയാം. ഇനിയുള്ള കാലം നമ്മളില്ലെങ്കിലും നമ്മുടെ വീട്ടുകാരൊക്കെ ജീവിക്കും എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പോയാലും നാളെ അവർക്ക് അവരുടേതായ തൻ്റെ ഇടങ്ങളും സന്തോഷങ്ങളൊക്കെ അവർക്കും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ വഴിക്ക് പോകും. നമ്മൾ വിചാരിക്കും നമ്മളില്ലെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മൾക്ക് വേണ്ടി കുറച്ച് നാൾ നമ്മൾ സന്തോഷത്തോടു കൂടി 60 വയസ്സ് വരെയൊക്കെ നമ്മൾ എല്ലാവരെയും നമ്മൾ ശ്രദ്ധിച്ച് മുടിച്ചൊക്കെ പോയില്ലേ. ഇനി നമ്മൾക്ക് വേണ്ടി കുറച്ച് നാൾ സന്തോഷമായി നമുക്ക് ഏതാണ് സന്തോഷമുള്ള വഴികൾ. എല്ലാവരും പറയുന്ന പോലെ തന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങനെയുള്ളതൊന്നല്ല. നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ആഗ്രഹങ്ങളൊന്നും ഇല്ല. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊന്നല്ല പറയുന്നത്. നമ്മൾക്ക് നടക്കുന്ന സന്തോഷങ്ങൾ നമുക്ക് സാധിക്കും, നമുക്കങ്ങനെ പോകാൻ പറ്റും, നമ്മളത് കാണാൻ പറ്റും. അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് മനസ്സും ശരീരമൊക്കെ ഒന്ന് ഹാപ്പി ഇരിക്കുക. അത് നല്ലൊരു കാര്യമല്ലേ. ഇനിയുള്ള കാലം നിങ്ങൾക്കുമില്ലേ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ? നമ്മളും അങ്ങനെ ഒന്ന് പ്രവർത്തിച്ച് നോക്കൂ. മുന്നോട്ട് സന്തോഷമായി പോകും ഇവിടെ നിന്ന് പോകുന്നവരേക്ക്. ഹരേ കൃഷ്ണ.